ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭൂമിക്കടിയിലെ ഒരു അത്ഭുത ലോകമാണ്. എന്താണെന്നല്ലേ പറയാം. 2 ദശലക്ഷത്തിലധികം വർഷം പഴക്കം ചെന്ന 5 കിലോമീറ്ററിലധികം വ്യാപിച്ച് കിടക്കുന്ന ഒരു കേവ്, അതും ഭൂമിക്കടിയിൽ. കേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു കേവേ അല്ല ഇത്. കാരണം ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കൺസെപ്റ്റും നിങ്ങളുടെ ചിന്താഗതി എല്ലാം കുത്തനെ മാറി മറിയും. നമുക്ക് പോയാലോ? ഈ കാണുന്ന മലകളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലിനടിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? പക്ഷെ അതാണ് സത്യം. മസ്കറ്റിൽ നിന്നൊരു 185 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സംഭവം ഉള്ളത്. അങ്ങനെ നമ്മൾ ഒത്തിരി സമയത്ത് യാത്രയ്ക്ക് ശേഷം നമ്മുടെ ലൊക്കേഷനിൽ എത്താൻ പോവാണ്. ജബൽ ഷംസ് മലയുടെ അടിഭാഗത്തായിട്ടാണ് ഈ ഗുഹ അൽ ഖൂത്ത കേവ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കാറും ഫുൾ ടാങ്കാക്കി, ഞങ്ങളുടെ വയറും ഫുൾ ടാങ്കാക്കി ഞങ്ങളെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇനി പോകാനുള്ളത് ഗ്രാമങ്ങളിലോട്ടാണ്. ഗ്രാമങ്ങളിൽ ചെന്ന് പെട്രോൾ കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ യാത്ര വീണ്ടും മുന്നോട്ട്. അങ്ങനെ അവസാന ഗ്രാമവും പിന്നിട്ട് ഞങ്ങളുടെ യാത്ര ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. ഈ മലഞ്ചെരുവിലൂടെയുള്ള യാത്ര ഭയങ്കര ഭംഗിയാണ്. ഒരു ഈവനിങ് സൺസെറ്റ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ടിക്കറ്റ് എടുത്ത്, മുതിർന്നവർക്ക് 7 റിയാലും കുട്ടികൾക്ക് 3.5 റിയാലുമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് ഇതാ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ ഇലക്ട്രിക് ട്രെയിൻ കണ്ടില്ലേ? കോവിഡിന് മുമ്പ് വരെ സഞ്ചാരികളെ അൽ ഖൂത്ത കേവിനടുത്ത് വരെ എത്തിച്ചിരുന്നത് ഈ ട്രെയിനിലായിരുന്നു. പിന്നീട് എന്തോ സംതിങ് ഇഷ്യൂ ആയിട്ടാവണം ഇവരിപ്പോൾ ഈ സർവീസ് കൊടുക്കുന്നില്ല, ട്രെയിൻ സർവീസ് ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് നടന്നിട്ട് വേണം അൽ ഖൂത്ത കേവിൽ എത്താൻ. ഇതാണ് അൽ ഖൂത്ത കേവിൻ്റെ കവാടം എന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വീണ്ടും ഒരു ടണൽ പോലെ സെറ്റ് ചെയ്തേക്കുവാണ്. ഇത് മാൻമെയ്ഡ് കൺസ്ട്രക്ഷനാണ്. ഇത് പ്രകൃതിദത്തമായിട്ട് തന്നതല്ല. പക്ഷെ എന്നാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഭയങ്കര എന്തോ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഭീകര ഫീൽ കിട്ടുന്നുണ്ട്. അങ്ങനെ കേവിലെത്തിയപ്പോഴാണ് കേവ് എന്നുള്ളൊരു കൺസെപ്റ്റേ മാറിപ്പോകുന്ന രീതിയിലുള്ളൊരു കേവാണിത്. സത്യത്തിലൊരു സംഭവം എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവം തന്നെയാണിത്. ഏകദേശം 5 കിലോമീറ്ററാണ് ഇത് മൊത്തത്തിൽ വരുന്ന ചുറ്റളവ്. പക്ഷെ 1 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് സഞ്ചാരികൾക്കായിട്ട് ഈ ഗവൺമെൻറ് തുറന്നു കൊടുത്തിട്ടുള്ളത്. 5 കിലോമീറ്റർ ഗുഹ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, എന്ത് ഗുഹയാണത്? ഗുഹയല്ല, അത് വലിയൊരു സാമ്രാജ്യം പോലെ തന്നെ അല്ലേ? ഇത് കണ്ടുപിടിച്ചതിന് പുറകിൽ ഭയങ്കര രസകരമായിട്ടുള്ള സ്റ്റോറി ഉണ്ട്. പണ്ട് 1960 ഒരു ആട്ടിടിയൻ്റെ ആട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ മലയിടക്കിലൂടെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ആ ആടിനെ അന്വേഷിച്ച് വന്ന ആട്ടിടയനാണ് ആദ്യമായിട്ട് ഈ ഗുഹ കണ്ടുപിടിച്ചത്. പിന്നെ 2006 ആദ്യമായിട്ട് ഒമാൻ ഗവൺമെൻറ് സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുക്കപ്പെടുന്നത്. ഇതിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്താണെന്നറിയോ? പണ്ട് നമ്മൾ കണ്ടു മറന്ന ഹൊറർ ഫിലിംസൊക്കെ ഉണ്ടാവില്ലേ? ആ ഫിലിംസിലൊക്കെ ആകുമ്പോൾ നമ്മളങ്ങ് വന്ന് സ്റ്റക്കായി പോയാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ വേറൊരു പ്ലാനറ്റിൽ നമ്മൾ സ്റ്റക്കായി പോയാൽ, അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിൽ നമ്മളൊന്ന് സ്റ്റക്കായി പോയാലൊക്കെ എങ്ങനെ ഉണ്ടാവും?
അങ്ങനത്തെ ഒരു ഫീലാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. കാരണം നമ്മൾ ഇതിനകത്ത് ശരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ ഇതിനകത്ത് വേറൊരു ലോകമാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് 100% അങ്ങനെ തന്നെയാണ്, വേറൊരു ലോകമാണ് ഇതിനകത്ത്. ഇവിടെ ഒത്തിരി കൊത്തിവെച്ച ശില്പങ്ങൾ പോലെ ഒത്തിരി ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും, സിംഹത്തിൻ്റെ, ആമയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒക്കെ. പക്ഷെ അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്തെന്ന് വെച്ചാൽ അതൊന്നും ശില്പങ്ങളല്ല, പാറകൾ ഉരുകി പോയിട്ട് അതങ്ങനെ ആയി മാറിയതാണ് അവസാനം. പാറ ഉരുകണമെങ്കിൽ എത്രയോ വർഷങ്ങൾ വേണ്ടി വരുന്നുണ്ട്. അതിന് പുറകിലുള്ള ശാസ്ത്രം എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ആരെങ്കിലും ഇതിൽ ശാസ്ത്രം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വേറെ എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയൊരു സംഭവം, ഇതിനകത്ത് ചെറിയൊരു തടാകം പോലെ ഉണ്ട്. നൂറ്റാണ്ടുകളായി കെട്ടിക്കിടക്കുന്ന വെള്ളം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ വെള്ളത്തിൽ മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങൾക്ക് കണ്ണ് കാണില്ല. ഇരുട്ടിൽ ജീവിക്കുന്നതായിട്ടാവണം ഇവർക്ക് കണ്ണ് കാണാത്തത്. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ കണ്ടപ്പോൾ വണ്ടടിച്ചു പോയി. കാരണം ഞാൻ കണ്ടിട്ടില്ല, കണ്ണില്ലാത്തൊരു മത്സ്യത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കാണുന്നത്. അങ്ങനെ മത്സ്യത്തിനെ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു കടലിനടിയിൽ, ആഴ്ക്കാട്ടിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്കും കണ്ണില്ല. കടലിൻ്റെ അടി എത്രയോ താഴെയാണ്, പക്ഷേ ഇതെത്ര താഴെയല്ല. എന്നിട്ട് ഇവിടെ പോലും കണ്ണില്ലാത്ത മത്സ്യങ്ങളുണ്ടെങ്കിൽ ഇവിടുത്തെ ഇരുട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജിന്നുകളുടെ ഒരു ആവാസ വ്യവസ്ഥാ കേന്ദ്രമായിരുന്നു ഈ ഗുഹ എന്ന് പറയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റോറി വരുന്നത് ഈ ഓട്ടോമൻ എംപയർ കാലഘട്ടങ്ങളിൽ അവരുടെ പടയാളികളുടെ ആയുധ സൂക്ഷിപ്പ് കേന്ദ്രമായിരുന്നു ഇതുമെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കഥകൾ ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷെ ഒഫീഷ്യലായിട്ട് ഒരു കഥ ഇതിൻ്റെ പുറകിലുള്ള എല്ലാം മാൻമെയ്ഡ് സ്റ്റോറീസ് മാത്രമാണുള്ളത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്ത് സ്റ്റോറി വെച്ചിട്ടാണോ നമ്മൾ ഇതിനകത്ത് കയറുന്നത്, ആ സ്റ്റോറിയിൽ നമുക്ക് കുറച്ച് സമയം ഇതിനകത്ത് ജീവിക്കാം. കാരണം അങ്ങനെ ഒരു ആംബിയൻസാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഈ അത്ഭുത സൃഷ്ടിപ്പ് കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് വണ്ടറടിച്ച് പുറത്തിറങ്ങി. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മനോഹരമായ വേറൊരു കാഴ്ച, ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കണ്ടു ആ കാഴ്ച.